ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ടും നിങ്ങൾക്ക് ബ്ലീഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് പീരിയഡ്സിൻ്റെ ബ്ലീഡിംഗ് ആണോ, നിങ്ങൾക്ക് മിസ്കാരേജ് ആണോ സംഭവിച്ചത് എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് ദിവസങ്ങളായിട്ട് പീരിയഡ്സ് നീണ്ടു പോയിട്ട് പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ആളുകൾ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് നിങ്ങൾക്ക് ബ്ലീഡിംഗ് വന്നതെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ബോഡി ഒന്ന് മോണിറ്റർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ആളുകൾക്ക് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, റെക്കറന്റ് മിസ്കാരേജ് എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നു. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ മിസ്കാരേജ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പ്രഗ്നൻസി ആകുന്നത് ഒരുപാട് നീണ്ടു പോകും കേട്ടോ. അപ്പം നിങ്ങളത് മസ്റ്റായിട്ട് കേൾക്കുക. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു മിസ്കാരേജ് ആണ് കെമിക്കൽ പ്രഗ്നൻസി എന്നുള്ള ഒരു പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഈ കെമിക്കൽ പ്രഗ്നൻസി നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് 5 വീക്സിന്റെ ആ ഒരു സമയത്തായിരിക്കും. 5 വീക്സ് നമുക്ക് ഉണ്ടാകുന്നത് ഏകദേശം നമ്മുടെ ഡേറ്റ് ഒക്കെ മിസ്സായിട്ടുള്ള ആദ്യത്തെ ഒരാഴ്ചയായിരിക്കും നമ്മുടെ പ്രഗ്നൻസിയുടെ 5 വീക്സ് കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ LMP ഡേറ്റ് വെച്ചിട്ടാണല്ലോ എത്ര ആഴ്ച പ്രഗ്നന്റ് ആണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 5 വീക്സ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു സമയത്തൊക്കെ ഒന്ന് അറ്റൈൻ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നത് ശരീരത്തിന് നല്ലതല്ല. കാരണം നമ്മുടെ എഗ്ഗിനോ ബീജത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്നതിനുള്ള, ഇങ്ങനെ മിസ്കാരേജ് ഉണ്ടാകുന്നതിനുള്ള റീസൺ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എംബ്രിയോ ഫോം ചെയ്യുന്നതിൽ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ, ക്രോമസോമൽ അബ്നോർമാലിറ്റീസോട് കൂടി ഫോം ചെയ്യുന്ന എംബ്രിയോ ഒന്നുകിൽ ശരീരം തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ സ്കാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പൈൻഡ് ഡബിൾ മാർക്കർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു പ്രഗ്നൻസി വയബിൾ അല്ല എന്ന് ഡോക്ടർ ബോധ്യപ്പെടുത്തി തരികയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ മിസ്കാരേജ് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ബോഡി മിസ്കാരേജ് ടെർമിനേറ്റ് ചെയ്യുന്നതിനും ആ ഒരു സിറ്റുവേഷൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എംബ്രിയോയ്ക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി തന്നെ ആ ഒരു സിറ്റുവേഷനിൽ കൃത്യമായിട്ട് അങ്ങ് ടെർമിനേറ്റ് ചെയ്ത് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗിനോ പുരുഷന്റെ സ്പോമിനോ എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. സാധാരണ IUI ചെയ്യുന്ന സമയത്തും IVF ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ റെക്കറന്റ് ആയിട്ട് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാം കേട്ടോ. നമ്മുടെ എഗ്ഗിന് ക്വാളിറ്റി കുറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സ്പോമിന് ക്വാളിറ്റി കുറവ് സംഭവിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ കൊണ്ടാണ് കൂടുതലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. പ്രഗ്നൻസി നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. നമ്മൾ അമിതമായിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതോ ഒട്ടും തന്നെ എക്സസൈസോ വർക്കൗട്ടോ ഒന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ ലൈഫ് മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. എഗ്ഗ് വളരെയധികം ക്വാളിറ്റിയോ കുറഞ്ഞു പോകുന്നതിന് ഇത് കാരണമാകുന്നു. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത അണ്ടം വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ലെട്രസോളോ അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എഗ്ഗ് വളരും, പൊട്ടും. പക്ഷെ അതിനൊട്ടും തന്നെ ക്വാളിറ്റി ഉണ്ടാകാത്ത സിറ്റുവേഷൻസും ഉണ്ടാകാം കേട്ടോ. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നന്നാക്കി കൊണ്ടുവരാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ എംബ്രിയോ ഫോം ചെയ്താൽ അത് നഷ്ടമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ റീസൺ ആണ് നമ്മളിൽ വേണ്ടുന്ന ആഡിക്വേറ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ഇൻക്രീസ് ആവാത്തത്. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, HCG എന്ന ഹോർമോൺസ് ഒക്കെ മാക്സിമം ഒരു ലെവലിലോട്ട് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു പ്രഗ്നൻസി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ ഇംപ്ലാന്റേഷന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ പ്ലസന്റ് ഫോം ആവുന്ന സിറ്റുവേഷൻ വരെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോർമോൺസ് നമ്മുടെ എംബ്രിയോ ഇംപ്ലാന്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഗ്രോത്ത് പകുതി വെച്ച് നിന്ന് പോവുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്രോമസോമൽ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് കേട്ടോ. അടുത്ത റീസൺ ആണ് എംബ്രിയോയിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത്. കുഞ്ഞിലോട്ട് വേണ്ടുന്ന ന്യൂട്രിയൻസ് കൃത്യമായിട്ട് എത്തിക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റാത്ത സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ, ബ്ലഡ് പ്രഷറിലൊക്കെ വ്യത്യാസം വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവാനായിട്ടുള്ള ചാൻസസ് നന്നേ കൂടുതലാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഉണ്ടാകുന്നതിന് ിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. എക്കോസ്പിരിന്റെ മെഡിസിൻ പല ഡോക്ടേഴ്സും ഓൾറെഡി മിസ്കാരേജ് ഉണ്ടായവർക്ക് എഴുതി കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോട്ട്സ് ഒന്നും ഇല്ലാതെ ഫ്ലോ ഒക്കെ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുന്നത്. ഒപ്പം തന്നെ ഇങ്ങനെ മിസ്കാരേജ് നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗിന്റെ ക്വാളിറ്റി റൂട്ടിൽ നിന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും മെഡിസിൻസ്, വിറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എടുക്കാനായിട്ടും ഒക്കെ നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ ഈ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാവുന്നവർക്ക് റീസൺ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഡോക്ടേഴ്സ് പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പ്രഗ്നൻസി ഒന്ന് സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഇനി ഈ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പീരിയഡ് ഡേറ്റ് കുറച്ചധികം ദിവസത്തേക്ക് ഒന്ന് മിസ്സായി പോയിട്ട് പിന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള തരത്തിലുള്ള ഫ്ലോ നിങ്ങൾക്ക് ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ പ്രഗ്നൻസി ആയതിന്റെ ഒരു സൂചനയായിരിക്കും കേട്ടോ. ചിലർക്കൊക്കെ ഒരാഴ്ചയൊക്കെ പ്രഗ്നൻസി പീരിയഡ്സ് നീണ്ടു പോയിട്ട് ആകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ആ മാറ്റം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. രണ്ടാമതായിട്ട് ഈ ഒരു ലക്ഷണം നമുക്ക് ഉണ്ടാകുന്നത് ആദ്യം തന്നെ നമുക്ക്
നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. പക്ഷേ കൃത്യം കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ബ്ലീഡിങ് ഉണ്ടാവുന്നു. ഇതും കെമിക്കൽ പ്രഗ്നൻസി ആയതുകൊണ്ട് ഒരു ലക്ഷണമാണ്. നമുക്ക് കൃത്യമായിട്ടാണ് നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ ഒരു 99.9% വരെയൊക്കെ നമ്മുടെ കാർഡ് ടെസ്റ്റ് റിസൾട്ട് കറക്റ്റ് ആയിരിക്കും. എന്നാൽ നേരെ മറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള രീതിക്കല്ല കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതെങ്കിൽ നമുക്ക് റിസൾട്ട് ഫോൾസ് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. കൃത്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് എപ്പോഴും ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉച്ച സമയങ്ങളിലാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ ഒരു 4 hours വരെ ഒരുപാട് വെള്ളം കുടിച്ചിട്ടില്ല, ലിക്വിഡ്സ് ഒന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് കിട്ടിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ പ്രഗ്നൻസി ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഫസ്റ്റ് ടൈം ആ ഒരു പോസിറ്റീവ് ആയിട്ടും പിന്നീട് നോക്കുമ്പോഴേക്കും നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പലർക്കും ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടി, ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് കിട്ടുക, എഗൈൻ ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും പീരിയഡ്സ് ആവുക. അങ്ങനെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കെമിക്കൽ പ്രഗ്നൻസി ആയതിന്റെ ഒരു ലക്ഷണമാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പോകുന്ന ബ്ലീഡിംഗ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫ്ലോയിൽ നമുക്ക് ബ്ലീഡിങ് പോകുന്നു, ഭയങ്കര ഇന്റൻസ് ആയിട്ട് ക്രാംസ് ഉണ്ടാവുന്നു, അതായത് മെൻസ്ട്രൽ പെയിൻ നമുക്ക് ഒരുപാടായിട്ട് ഉണ്ടാവുന്നെങ്കിൽ അതും നിങ്ങൾക്ക് ഇങ്ങനെ കെമിക്കൽ പ്രഗ്നൻസി ആയതിന്റെ ഒരു ലക്ഷണമായിരിക്കും കേട്ടോ. ഇനി ഇത് വരുമ്പോഴും നമുക്കുണ്ടാവുന്ന ബ്ലീഡിങ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. നോർമലി ചില ആളുകൾക്ക്, അതായത് ഒരു ഇംപ്ലാന്റേഷൻ ആയിട്ട് ഒരു 3-4 ദിവസമൊക്കെ എത്തുമ്പോൾ തന്നെ പ്രഗ്നൻസി നമുക്ക് പോവുകയാണ്, റിസൾട്ട് നമുക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി പോയതാണെങ്കിൽ എക്സ്പെക്ടഡ് ഡേറ്റിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് ശക്തമായിട്ടുള്ള ഒരു ഫ്ലോ നമുക്ക് മെൻസ്ട്രേഷനിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സംഭവിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ നമുക്ക് കിട്ടി, നമ്മൾ ഇതുപോലെ പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിഞ്ഞു, അതിനുശേഷമാണ് നമുക്ക് ആ ഒരു മെൻസ്ട്രേഷൻ വന്നിട്ട് പ്രഗ്നൻസി നഷ്ടമായി പോകുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഭയങ്കര കട്ടയായിട്ടുള്ള രീതിക്ക് ക്ലോട്ട്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമുക്കുണ്ടാകുന്ന രക്തക്കട്ട എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസിലുള്ള രക്തക്കട്ടയായിരിക്കും നമുക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് പോകുന്നത്. പക്ഷെ ഇങ്ങനെ മിസ്കാരേജ് ഉണ്ടായിട്ട്, കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് മിസ്കാരേജ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് പോയതാണെങ്കിൽ അത്യാവശ്യം വലിയൊരു സൈസിൽ തന്നെ നിങ്ങൾക്ക് ക്ലോട്ട്സ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒപ്പം ആ പോകുന്ന ബ്ലീഡിങ്ങിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള റെഡോട് കൂടിയ അല്ലെങ്കിൽ മെറൂൺ ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലുള്ള ഒരു ബ്ലീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് അത്യാവശ്യം ഒന്നൊക്കെ പോയി ഒരു 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് നോർമലി ഉണ്ടാവുന്ന മെൻസ്ട്രേഷന്റെ പോലെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഉണ്ടായത് കെമിക്കൽ പ്രഗ്നൻസി ആണെങ്കിൽ അടുത്തൊരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് എപ്പോൾ തയ്യാറാകാം എന്നതിനെ പറ്റിയിട്ട്. നോർമലി നമുക്ക് മിസ്കാരേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഒരു 3 months വരേക്കും ഒന്ന് റെസ്റ്റ് എടുക്കുക, ബോഡിക്ക് ഒരു കെയർ കൊടുക്കുക, ഹോർമോൺസ് ഒക്കെ ഡ്രോപ്പ് ആവട്ടെ എന്ന് നമ്മളോട് പറയാറുണ്ട്. പക്ഷേ ഈ കെമിക്കൽ പ്രഗ്നൻസിക്ക് നമ്മൾ അങ്ങനെ അത്രയും നാളുകളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം HCG ഹോർമോണൊന്നും അങ്ങനെ ഒരുപാട് പീക്കിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു പ്രഗ്നൻസി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നോർമലായിട്ടൊക്കെയാണ് മെൻസ്ട്രേഷൻ്റെ ആ ഒരു ബ്ലീഡിംഗ് ഒക്കെ പോയിട്ടുള്ളതെങ്കിൽ ഏകദേശം ഒരു നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ മുതൽ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി നോക്കി തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, തുടക്കത്തിൽ പറഞ്ഞ 3 കാര്യങ്ങളായിരിക്കും എസ്പെഷ്യലി നിങ്ങളുടെ പ്രഗ്നൻസി കെമിക്കൽ പ്രഗ്നൻസി ആയി പോകാനായിട്ടുള്ള റീസൺസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ ചെയ്യുക. എഗ്ഗിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ ഓൾ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഫെർട്ടിലിറ്റി എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുക. സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു വെള്ളം ഭർത്താവിനും കൊടുക്കാവുന്നതാണ്. നട്ട്സ് ഒക്കെ രണ്ടുപേരും ഒരുമിച്ച് കഴിക്കുന്നതും എഗിന്റെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഒപ്പം ഫെർട്ടിലിറ്റി എക്സസൈസുകൾ പുരുഷന്മാരും ചെയ്യുക. രണ്ടുപേരും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ ഹാബിറ്റ് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അതൊക്കെ രണ്ടുപേരും തന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ടൈംലി ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ എഗ്ഗിലോ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഫെർട്ടിലിറ്റി എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു സ്പേമിന് നല്ല ക്വാളിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എംബ്രിയോ നന്നായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള സമയത്തും ഇപ്പോൾ ഒരു കെമിക്കൽ പ്രഗ്നൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ടേക്കുള്ള സമയത്തും ഇതുപോലെ കെമിക്കൽ പ്രഗ്നൻസി റെക്കറന്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ടിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അഡ്വൈസ് എടുത്തിട്ട് മുൻപോട്ടേക്ക് പോവുക. ഫർദർ ആയിട്ട് നിങ്ങളുടെ ഹോർമോൺ ലെവൽസും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ റെക്കറന്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതൊരുപാട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.